ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ് എന്ന് പറയാൻ തന്നെ എനിക്ക് മടിയുണ്ടോ, കാരണം ഒരുപാട് വീഡിയോ കിട്ടും എന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. അതുകൊണ്ടിട്ട് രാവിലെ തന്നെ ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പക്ഷേ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കഥകളൊക്കെ ഇങ്ങനെ വഴിയേ പറയാം. രാവിലെ തന്നെ ഒരു ചക്കമുറി കേട്ടോ, പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അത് വെട്ടി നുറുക്കി കുക്കറിലാക്കി. ഞാനല്ല അമ്മ. എത്ര ബിരിയാണി, നെയ്ച്ചോറ്, മന്തിയൊക്കെ വന്നാലും ചക്കക്കൂട്ടാന് വെറുംചോറ് കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് വീട്ടോ. ഞാനും ഉമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടോ, വേറെ ആർക്കും അത്ര കമ്പല്ല. അപ്പം ഞങ്ങൾ രാവിലെ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് ബിരിയാണി ആയിരുന്നു. ഇന്ന് അനുമോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. ഏതായാലും ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്ക് ബിരിയാണി അങ്ങോട്ട് ആക്കാമെന്ന് ഉമ്മാൻ്റെ ഒരു ഡയലോഗ്. പിന്നെ നമ്മൾ അതിനങ്ങോട്ട് അനുകൂലിച്ച്, നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് ഇങ്ങനെ കണ്ടു നിന്നാൽ മതി. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ വെച്ചു. ബർത്ത്ഡേ അങ്ങനെ ഫംഗ്ഷനായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല, സൈനമ്മയും ഫാമിലി ഉണ്ടായിരുന്നു. ഒരു പിന്നെ വേറൊരു വിഷയമായിട്ട് അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഓലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റും കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂരം കാണാൻ വേണ്ടിയിട്ട് കയറിട്ടോ. പൂരം എന്ന് പറഞ്ഞാൽ നാലുശ്ശേരിക്കാവിലെ പൂരമാണ്. അപ്പോൾ നമ്മളെ മാളിക്കുന്നിന്ന് വേലയും കാര്യങ്ങളൊക്കെ പോകും. എല്ലാ വർഷവും ഈ ഒരു പൂരത്തിന് മാത്രം എത്താൻ പറ്റുന്നിടത്താണെങ്കിൽ ഞങ്ങൾ എല്ലാവരും എത്തും. അപ്പം ഫാമിലിയിൽ എല്ലാവരാണെങ്കിലും ഈ ഒരു പൂരത്തിന് എന്തായാലും ഉണ്ടാവും. ഈ ഒരു പൂരം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കണോ എന്നാണെന്നൊക്കെ ഉള്ളത്. നമ്മൾ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വെറുതെ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ ഒന്ന് പോകും. ജസ്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റാനൊക്കെ ഇങ്ങനെ പോകുന്നൊരു പൂരമാണ്. ഈ ഒരു പൂരം മാത്രം ഞങ്ങൾ ഡേറ്റൊക്കെ ശരിക്കും നോക്കി വെക്കൂട്ടോ. അങ്ങനത്തെ ഞങ്ങൾ വേലയൊക്കെ കണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്, നല്ല പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും കുട്ടൂസും എല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അനുമോന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനും കുട്ടൂസും കൂടി പൂരത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടോ പോയിട്ടുണ്ടായിരുന്നു. പൂരം കഴിഞ്ഞ് എല്ലാവരും ജസ്റ്റ് വീട്ടിൽ വരുന്ന ടൈമിൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ആ ഒരു ടൈമിൽ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഞങ്ങൾ കേക്കുമായിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരും വീണ്ടും പൂരപ്പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ട് ഞാൻ കേക്ക് ജസ്റ്റ് മാമൻ്റെ വീട്ടിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാനവിടെ വീട്ടിൽ ഓൻ്റെ അടുത്ത് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇരുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുക, അതല്ലേ ഒന്നും കൂടി ഭംഗി എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കാത്തിരുന്നൊരു 11 മണി വരെ ആരും വന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും ടൈം ആയപ്പോഴത്തേക്കും അനുമോനെ എനിക്ക് മാത്രം കേക്കില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തിയിട്ടുള്ളൊരു കേക്ക് കട്ടിങ്ങും സർപ്രൈസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഏകദേശം 11 മണി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊന്നും അനുമോനെ ഉറങ്ങണതല്ല, പക്ഷേ കേക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ സങ്കടത്തിൽ കരഞ്ഞ് അങ്ങനെ ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെ ഞാൻ കേക്ക് പോയി എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ സംഭവം ഇന്ന് സർപ്രൈസ് ആക്കിയതാണ്. പക്ഷെ എന്തോ നല്ല ഉറക്കത്തിൽ പെട്ടുട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തോനെ നിങ്ങോട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് കൊണ്ടുപോയി മുന്നിൽ വെച്ച് കാണിച്ചു കൊടുത്ത ടൈമിൽ ആരാ എന്താ എപ്പോഴും എന്തിനാന്ന് ചോദിക്കണ അവസ്ഥയായിരുന്നുണ്ടോ. പിന്നെ അവൻ ജസ്റ്റ് ഇന്നെ ഒരു തുറിച്ചുനോട്ടൊക്കെ ഉണ്ടായിരുന്നു, കാരണം അത്രയും ടൈമിൽ ചെയ്യാതെ പിന്നെ ഉറങ്ങിയിട്ടാണല്ലോ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തത്. അതിൻ്റെ ഒരു നോട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ശരിയായി നല്ല മൂഡിൽ വന്നുണ്ടോ. അപ്പോൾ ആൾക്ക് അത്രയും ഇത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ കൊടുക്കാതെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞിട്ട് കൊടുത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ആ ഒരു ടൈമാണെങ്കിലും എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടോ. ഷിനാജിനെ, പാത്തുവിനെ, പിന്നെ എല്ലാവരെയും ഉറങ്ങാത്തവരൊക്കെ ഞാൻ വിളിച്ചു വരുത്തി. മാമൻ്റെ ഓടുന്ന കുട്ടികളെ എല്ലാവരെയും ഞാൻ പോയി കൊണ്ടുവന്നു. കാരണം ആ ഒരു ടൈമിൽ ഓനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്ന് കേക്ക് മുറിക്കുക, എല്ലാവരും ഉണ്ടാവണം, അങ്ങനെയൊക്കെ ഒരു ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അവന് അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് തന്നെയാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്കൊക്കെ ഞാൻ നേരത്തെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഡിസൈനും പറഞ്ഞിട്ടുണ്ടായില്ല. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വക എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാമെന്നുണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോയ ടൈമിൽ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കൂടുതൽ ഡെക്കറേഷനും സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നില്ല. എന്നാലും ജസ്റ്റ് കേക്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലെങ്കിൽ അനുമോനെ അത് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. ഫാൻസി കയറിയിട്ട് ജസ്റ്റ് ഒരു ടോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു കേക്കിലിരിക്കുന്ന ആ ഒരു ചെറിയ കാറും പിന്നെ നമ്മൾ കിൻഡർ ജോയുടെ മിഠായി മാത്രമല്ലേ, അതിൻ്റെ ആ ബോൾ മാത്രം കിട്ടുമല്ലോ. അപ്പോൾ അതും വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഐഡിയയിൽ തോന്നിയൊരു ഡെക്കറേഷനാണ് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ടോയ് കാണുമ്പോൾ ആൾക്ക് ഒന്നും കൂടി സന്തോഷമാവുമല്ലോ, കേക്കിനേക്കാളിലും ഒന്നും കൂടി സന്തോഷമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കാറുകൾ, വണ്ടികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ജസ്റ്റ് അതിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു കാറും പിന്നെ ആ ഒരു മിഠായിയും പിന്നെ ആ കേക്കിലുള്ള ഷുഗർ ബോൾസും ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പ്ലെയിൻ കേക്ക്, അതിൽ ഹാപ്പി ബർത്ത്ഡേ അനുമോൻ, അത്ര മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടു. അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ രാത്രി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൂരത്തിന് അന്ന് പിറ്റേ ദിവസം നമ്മൾ വെറുതെ പൂരപ്പറമ്പിലൊന്ന് പർച്ചേസിങ്ങിന് പോകുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ, പാത്തു, പൊന്നു, ചെറിയത്, പിന്നെ അല്ലു ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിൽ ഉമ്മയും സുനീറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ കൂടെ പഠിച്ച കുറേ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് ഞാൻ ഈ ഒരു കുപ്പിവെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പൂരത്തിന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കുപ്പിവെള്ളം ഇടണമെന്ന്.
അപ്പം ഞാൻ അത് ഈ പൂരത്തിന് അങ്ങോട്ട് സഹായിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ ഈ ഒരു കുപ്പിവെള്ളം ഇടുക എന്ന് പറയുന്നത്. അത് ബ്ലാക്ക്, റെഡ്, ഗ്രീൻ അങ്ങനെയൊക്കെ ഇടകലർത്തി ഇടാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഇഷ്ടം. പിന്നെ നമ്മൾ വളടലും സാധനങ്ങളൊക്കെ വാങ്ങൽ കഴിഞ്ഞ് കുലുക്കി പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ബൂസ്റ്റ് കുലുക്കിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകാണ്ടോ. അപ്പം ഞങ്ങൾ തോടൊക്കെ കടന്നിട്ട് വേണം, തോടും പാടമൊക്കെ കടന്നിട്ട് വേണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പൂരക്കുന്നുമെന്ന് പോകുന്നപ്പോഴേ അടുത്ത സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ടോ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുതമാൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 മണിയായപ്പോഴത്തേക്കും അവിടെ പോയി. അവിടെ നിന്ന് നമ്മൾ വീടൊക്കെ കണ്ട് തിരിച്ചു പോകുന്നു. നേരെ ഞാൻ കോട്ടപ്പാടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടപ്പാടത്ത് എത്തിയതിനു ശേഷം ഞാൻ അടുത്ത വീട് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഈ ഒരു വീട് നമ്മൾ കോട്ടപ്പാടത്ത് തൊട്ടടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞ വീടാണ്. അനുമോൻ്റെ ബർത്ത്ഡേൻ്റെ ദിവസമായിരുന്നു ഈ ഒരു ഹൗസ് വാമിങ്. അപ്പോൾ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ കേക്ക് വാങ്ങിയ ടൈമിൽ നല്ല മഴയായിരുന്നു എന്ന്. കേക്ക് വാങ്ങി 4 മണിയായപ്പോഴത്തേക്കും തിരിച്ചു പോയി. പിന്നെ 7 മണിക്കായിരുന്നു ഫംഗ്ഷൻ. ആ ഒരു ഫംഗ്ഷന് എനിക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല, വണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കുടുങ്ങിപ്പോയി. കാരണം എല്ലാവരും പൂരത്തിനും കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് തന്നെ എനിക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഭയങ്കര സങ്കടമായി. രാത്രി പരിപാടിയായിരുന്നു, നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. കാണാൻ വേണ്ടിയിട്ടും പറ്റിയില്ല, കൂടാൻ വേണ്ടിയിട്ടും പറ്റിയില്ല. എനിക്കെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇഷയ്ക്ക് കൂടിയിട്ടുണ്ടായിട്ടോ ഫംഗ്ഷൻ. എന്തായാലും ഞാൻ ഇതായിരുന്നു നേരത്തെ പറഞ്ഞ കാരണം ലോങ് വീഡിയോ എടുക്കാനുള്ള. ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് ലോങ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ കുറഞ്ഞു പോയത് കേട്ടോ. എന്തായാലും എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സങ്കടം ഞാൻ രാവിലെ തന്നെ വീട് കാണാൻ പോയിട്ട് അങ്ങോട്ട് തീർത്തിട്ടോ. അപ്പോൾ ഞാൻ നടന്ന് വീട് അങ്ങോട്ട് കണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.